ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10th ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ടേംസൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 4 ടേംസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നെ ഈ ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Let's find the period and frequency of a pendulum by swinging it at low amplitude. നമുക്ക് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളതാണ് ഒരു പെൻഡുലം എന്ന് പറയുന്നത് കേട്ടോ. ഫിഗർ 1.3 നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ടൈ എ ബോബ് ടു എ സ്ട്രിങ് ആൻഡ് ഹാങ് ഇറ്റ് ഓൺ എ സ്റ്റാൻഡ്. ബോബ് എന്ന് പറയുന്നത് ആ അടിയിൽ റൗണ്ട് ബോൾ പോലെ കാണുന്നതാണ്. അപ്പോൾ അതൊരു സ്റ്റാൻഡിൽ ഹാങ് ചെയ്തിട്ടേക്കുക, തൂക്കിയിട്ടേക്കാണ് അല്ലേ. ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, സിമ്പിൾ പെൻഡുലം എന്ന് പറയുക. അതിനെയാണ് സിമ്പിൾ പെൻഡുലം. അപ്പോൾ എന്താണ് സിമ്പിൾ പെൻഡുലം എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മളോട് പറഞ്ഞേക്കാണ് നമ്മൾ ഈ സിമ്പിൾ പെൻഡുലം വെച്ചിട്ട് ഒരു എക്സ്പീരിമെൻറ്റ് ചെയ്യാം. ഒരു എക്സ്പീരിമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്പീരിമെൻറ്റിന് എന്തൊക്കെ യൂസ് ചെയ്യണം? സിമ്പിൾ പെൻഡുലം യൂസ് ചെയ്യണം, മീറ്റർ സ്കെയിൽ യൂസ് ചെയ്യണം, സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്യണം. ഇത് മൂന്നും യൂസ് ചെയ്തിട്ട് നമ്മളോട് എന്ത് ചെയ്യുക, ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ തൽക്കാലം ആ ബോക്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ കോളം ലെങ്ത് ഓഫ് ദി പെൻഡുലം അവർ തന്നിട്ടുണ്ട്. പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് ഫസ്റ്റ് വരുന്നത് 25 ആണ്, സെക്കൻഡ് 60, തേർഡ് 100. ടൈം ടേക്കൺ ഫോർ 10 ഓസിലേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടൈം ടേക്കൺ ഫോർ 10 ഓസിലേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റഫായിട്ട് ഞാനിവിടെ ഫില്ല് ചെയ്ത് പോവാം. നിങ്ങൾ നേരിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. ഇതൊന്നുമില്ല, ഫ്രീക്വൻസിയും ലെങ്ത്തും തമ്മിലുള്ള സാമ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വാല്യൂസ് എഴുതാം. ഇവിടെ 10 കൊടുക്കാം. കൊടുക്കുമ്പോൾ ലെങ്ത്ത് വരുന്നത് 25 ആണ്. അപ്പോൾ ടൈം ടേക്കൺ ഫോർ 10 ഓസിലേഷൻ നമുക്ക് 10 കൊടുക്കാം. ഓക്കെ, 10 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അപ്പുറത്തെ കോളത്തിൽ എന്താ വരുന്നത് നോക്കുക, പീരീഡ് കാണണം. പീരീഡ് കാണണമെങ്കിൽ ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കിവിടെ വന്നിട്ട് നമ്മൾ 10 കൊടുത്തിട്ടുള്ളത് അല്ലേ. സോ 10 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ എത്രയാണ്? 10 ആണ്. നമ്പർ ഓഫ് ഓസിലേഷൻ കോൺസ്റ്റൻ്റ് ആണ്, 10 ആണ്. 10 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 സെക്കൻഡ് എന്ന് കിട്ടും. 1 സെക്കൻഡ് എന്ന് കിട്ടും കേട്ടോ. സെക്കൻഡ്. പിന്നെ നമുക്ക് അടുത്തത് ഫ്രീക്വൻസി ആണ് കാണേണ്ടത്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓസിലേഷൻ എത്രയാണ്? നമ്പർ ഓഫ് ഓസിലേഷൻ 10 ആണ് അല്ലേ. അതും ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, 10 ആണ്. നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡ് ബൈ ടൈം. ടൈം എത്രയാണ്? ടൈം നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 10 ആണ്. അപ്പോൾ 10 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെയും എത്ര കിട്ടും? 1. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് 1 ഹെർട്സ് ആണ്. ഞാനീ പറയുന്നത് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു വാല്യൂ ആണ്. നിങ്ങൾ ഡയറക്റ്റായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാല്യൂസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് 60ൽ ഞാൻ ടൈം ഇവിടെ ആദ്യം 10 കൊടുത്തു, ഇവിടെ ഞാൻ 15 കൊടുക്കുകയാണ്. അതേപോലെ ഞാൻ ഇവിടെ 20 കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 15 ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 15 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ ഞാൻ പറഞ്ഞു കോൺസ്റ്റൻ്റ് ആണ്, 10. 15 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.5 സെക്കൻഡ് എന്ന് കിട്ടും. 1.5 സെക്കൻഡ് എന്ന് കിട്ടും.
ഫ്രീക്വൻസിയോ നമ്പർ ഓഫ് ഓസിലേഷൻ വരുന്നത് 10 ആണ്. ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? 10 ഡിവൈഡ് ബൈ 15 ചെയ്ത് നോക്കുക കേട്ടോ. 10 ഡിവൈഡ് ബൈ 15 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.67 എന്ന് കിട്ടും. 0.67 ഹെർട്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് 20 ആണ്. ടൈം 20 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ 10 ആണ്. അപ്പോൾ നമുക്ക് 2 സെക്കൻഡ് എന്ന് കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ ഫ്രീക്വൻസി നമ്പർ ഓഫ് ഓസിലേഷൻ 10 ആണ്. ഡിവൈഡ് ബൈ 10 ഡിവൈഡ് ബൈ 20. 10 ഡിവൈഡ് ബൈ 20 ചെയ്യുമ്പോൾ നമുക്ക് 0.5 എന്ന് കിട്ടും. 0.5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 10 കൊടുത്തു, ഇവിടെ നമ്മൾ 15 കൊടുത്തു, ഇവിടെ നമ്മൾ 20 കൊടുത്തു. അപ്പോൾ ഇവിടെ എത്രയാണ് കിട്ടിയത്? 1 കിട്ടി, 1.5 കിട്ടി, 2 കിട്ടി, ഇവിടെ 1, 0.67, പിന്നെ ലാസ്റ്റ് 0.5 ആയി. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക വാല്യൂസ് ഒന്ന് നോക്കുക, കമ്പയർ ചെയ്യുക. വാല്യൂസ് ഒന്ന് കമ്പയർ ചെയ്യുക. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി വെൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ്? ഇപ്പം ഞാനിവിടെ ലെങ്ത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ലെങ്ത്ത് കൂടിയേക്കാണ് അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി എന്താ ചെയ്യണത്? കുറയാണ് അല്ലേ. 25 ലെങ്ത്തിന് 1 പക്ഷേ 60 ലെങ്ത് ആയപ്പോൾ അതെന്തായി? ഒന്നും കൂടി കുറഞ്ഞിട്ട് 0.67 ആയി. വീണ്ടും ലെങ്ത്ത് കൂട്ടിയപ്പോൾ ഫ്രീക്വൻസി എന്ത് ചെയ്തു? 0.5 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ അവിടെ എന്താ വരിക? ഡിക്രീസ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ടേബിൾ എഴുതിയത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഞാൻ ഈ വാല്യൂസൊക്കെ മായ്ച്ച് കളയാണ്. അപ്പോൾ ഈ ജസ്റ്റ് ഇവിടെ പറയണതെന്ന് വെച്ചാൽ വെൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ്. അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ ലെങ്ത്ത് 25 എന്ന് 60 ആയപ്പോൾ ഇവിടെ ഫ്രീക്വൻസി എന്ത് ചെയ്തു? 1 എന്ന് 0.67 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ലെങ്ത്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി എന്താ ഉണ്ടാവുന്നത്? കുറയാണ് ചെയ്യുന്നത് കേട്ടോ. അത്രയും മനസ്സിലാക്കിയാൽ മതി. ലെങ്ത്ത് കൂടുമ്പോൾ ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിക്കുന്നു? ഫ്രീക്വൻസി കുറയുന്നു. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി? പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താണ് പഠിച്ചു വയ്ക്കുക കേട്ടോ. ദ ടൈം റിക്വയർഡ് ഫോർ 1 ഓസിലേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതാണ് നമ്മുടെ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഓസിലേഷൻ പെർ സെക്കൻഡ് എഫ്. നമ്പർ ഓഫ് ഓസിലേഷൻ പെർ സെക്കൻഡ് എഫ് ആണ്. സോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? 1/t ആണ്. ഫ്രീക്വൻസി എഫ് ഈക്വൽ ടു 1/t ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ 1/t എന്ന് 1 പീരീഡ്. ആ ഇക്വേഷൻ പഠിച്ചിരിക്കുക. അത് വെച്ച് പ്രോബ്ലംസ് വരാം. ആസ് ദ പീരീഡ് ഇൻക്രീസസ്, ഇവിടെ പീരീഡ് കൂടുകയാണെങ്കിൽ ഫ്രീക്വൻസി എന്താ ചെയ്യണത്? കുറയുക ചെയ്യണത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചിരിക്കുക. ആസ് ദ പീരീഡ് ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ്. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഈ രണ്ട് ഭാഗത്തുനിന്ന്. ഇനി നമുക്കൊരു ട്യൂണിങ് ഫോക്കിനെ പറ്റി പഠിക്കാം. ട്യൂണിങ് ഫോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശബ്ദം വരും. അപ്പോൾ R&U ട്യൂണിങ് ഫോക്സ് യൂസ്ഡ് ഫോർ എക്സ്പെരിമെൻറ്റ് കണക്റ്റഡ് വിത്ത് സൗണ്ട്. ഹാവ് യു നോട്ടീസ് ദ മാർക്കറ്റിംഗ് ഓൺ ദം? ഒബ്സർവ് വേരിയസ് ട്യൂണിങ് ഫോക്സ് ആൻഡ് നോട്ട് ഡൗൺ ദ മാർക്കിംഗ് ഓൺ ഈച്ച് ഓഫ് ദം എയർ യൂണിറ്റ്സ്. അപ്പോൾ അതിൽ ട്യൂണിങ് ഫോർക്കിലുള്ള എന്താ പറയുക കുറച്ച് വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് അതിൽ കൊടുത്തിട്ടുണ്ട് 256 ഹെർട്സ് ആണ്. ഒന്ന് 256 ഹെർട്സ് ആണ്. അടുത്തത് നമുക്ക് നോക്കാം. 512 ഹെർട്സ്, 512 ഹെർട്സ്. നെക്സ്റ്റ് 128 ഹെർട്സ്. നെക്സ്റ്റ് 1024 ഹെർട്സ്, 1024 ഹെർട്സ്. അപ്പോൾ ഇതൊക്കെ അതിൽ മാർക്കിംഗ് ഉണ്ടാവും കേട്ടോ. ഒബ്സർവ് വേരിയസ് ട്യൂണിംഗ് ഫോക്സ് ആൻഡ് നോട്ട് ദ മാർക്കിംഗ്സ് ഓൺ ഈച്ച് ഓഫ് ദം. ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ മാർക്കിംഗ് ഓൺ ദ ട്യൂണിംഗ് ഫോർക്ക് ആൻഡ് ഇറ്റ്സ് നമ്പർ ഓഫ് വൈബ്രേഷൻ എന്നാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഞാനിത് വായിക്കുകയാണ്.
ദ മാർക്കിംഗ് ഓൺ എ ട്യൂണിംഗ് ഫോർക്ക് ഇൻഡിക്കേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദ ട്യൂണിംഗ് ഫോർക്ക്. അപ്പം നമ്മൾ ഹെർട്സിലാണ് യൂണിറ്റ് പറഞ്ഞത്, അപ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അതിൻ്റെ ഫ്രീക്വൻസിയാണ് കാണിക്കുന്നത്. എക്സൈറ്റ് ട്യൂണിംഗ് ഫോക്സ് ഓഫ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഇൻ എ സിമിലർ മാനർ ആൻഡ് ലിസൺ ടു ദ സൗണ്ട്. ഡു യു ഫീൽ എനി ഡിഫറൻസ്? Note the frequency marked on each of them. Is in the difference the frequency the reason for the difference in sound here? Find the number of times each tuning fork vibrate independently 1 second using the ICT facility audio frequency counter. അപ്പോൾ നമുക്ക് അവിടെ പഠിക്കാനുള്ള ഒരു ടേം വരുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി എന്താണ്. When an object vibrates freely, it vibrates in its innate frequency. സ്വന്തമായിട്ട് ഒരു ഒബ്ജക്റ്റ് ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള ഫ്രീക്വൻസിയാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് the natural frequency of that object എന്ന്. Okay, when an object vibrates freely, it vibrates in its innate frequency. This is the natural frequency of that object. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെയാണ് നാച്ചുറൽ ഫ്രീക്വൻസീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ്, ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്. നമ്മൾ പറഞ്ഞതാണല്ലേ, ഫ്രീക്വൻസിയുടെ കാര്യം പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിക്കും? ഡിക്രീസ് ചെയ്യും. പിന്നെ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. നെക്സ്റ്റ്, ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് വലിച്ച് നീട്ടുക. ഇപ്പോൾ റബ്ബർ ബാൻഡൊക്കെ നിങ്ങൾ വലിക്കുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ സ്ട്രെച്ച് ചെയ്യണ ഒരു കഴിവിനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വൺ, നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ്. 4 പോയിൻറ്റ്സ് വരുന്നുണ്ട്. ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്, സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്, ഇലാസ്റ്റിസിറ്റി ആൻഡ് ഫൈനലി നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ, ചേഞ്ച് ഇൻ എനി വൺ ഓഫ് ദീസ് ഫാക്ടേഴ്സ് വിൽ അഫക്റ്റ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ്. നമ്മൾ ഈ 4 ഫാക്ടേഴ്സും അതിനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന ഏതെങ്കിലും ചേഞ്ച് എന്തിനെ എഫക്റ്റ് ചെയ്യും? നാച്ചുറൽ ഫ്രീക്വൻസിനെ എഫക്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡു ഓൾ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ഓൺലി ഓൺ ദെയർ നാച്ചുറൽ ഫ്രീക്വൻസി? എല്ലാ ഒബ്ജക്റ്റും നാച്ചുറൽ ഫ്രീക്വൻസിയിൽ തന്നെയാണോ വൈബ്രേറ്റ് ചെയ്യുക? അല്ല. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി പഠിക്കാം. വരുന്ന ടോപ്പിക്ക് ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്ന് പഠിക്കുക. അതേപോലെ തന്നെ ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിൽ ലെങ്ത്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും. അതേപോലെ ഫ്രീക്വൻസിയും പീരീഡും ഏതാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഫ്രീക്വൻസി കൂടുകയാണെന്നുണ്ടെങ്കിൽ പീരീഡ് കുറയും. അതിൻ്റെ ഒരു ഇക്വേഷനും F=1/T എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ 3 കാര്യങ്ങളും നല്ല രീതിയിൽ പഠിക്കുക. അത് വെച്ച് ചിലപ്പോൾ പ്രോബ്ലം വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.